Hello guys, welcome back to my channel. നമ്മൾ ഇന്നൊരു തട്ടിക്കൂട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ തട്ടിക്കൂട്ട് ഫ്രൂട്ട് സാലഡിന് നമുക്ക് കസ്റ്റർഡ് പൗഡർ വേണം. കസ്റ്റർഡ് പൗഡർ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കണ്ടപ്പോഴാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമുക്കിനി പാല് വേണം. പാല് തിളപ്പിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരു 2 സ്പൂൺ മതിയായിരിക്കും. 2 സ്പൂൺ പാലിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് പാലിൽ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാവേ. 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം പാൽ ഒഴിച്ചിട്ട്. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് വെള്ളം പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. കട്ടയില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു തട്ടിക്കൂട്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കുറച്ച് ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ. പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കസ്റ്റേർഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നേരെ ചൂടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ആപ്പിളും പഴവും മാത്രമേ ഉള്ളൂ. ആപ്പിളും പഴവുമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ പഴം ഇടാം. പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ ഇടാം കേട്ടോ. മിക്സ് ചെയ്ത് നമുക്ക് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നന്നായിട്ട് ഇപ്പോൾ മധുരം പോരെന്നാണെങ്കിൽ നമുക്ക് മധുരം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഫ്രിഡ്ജിലോട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത പരിപാടി കഴിഞ്ഞു. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലാകെ ആപ്പിളും ബനാനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉണ്ടാക്കിയൊരു കുഞ്ഞ് ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതൊരു കൊതി മൂത്ത് ഉണ്ടാക്കിയതാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക, തണുത്തതിന് ശേഷം എടുക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലവ് യാൻ ബൈ.